Hi dears, welcome back. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ഡ്രിങ്കാണ്. നല്ലൊരു ദാഹശമനി കൂടിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ടും തണുപ്പിക്കാതെയും നമുക്ക് കുടിക്കാം കേട്ടോ. ഏത് രീതിയിലും നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ആ ബ്ലെൻഡറിലേക്ക് നമ്മൾ ആദ്യം എടുക്കുന്നത് ഇത് നമ്മുടെ കക്കരിക്കയാണ്, കുക്കുംബർ. ആ കുക്കുംബറിൻ്റെ ചെറിയൊരു പീസ് നമ്മൾ എടുക്കുന്നുള്ളൂ. ആ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ കയ്പുള്ള ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ചില കക്കരിക്കൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ച് എടുത്തു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പുതിനയില ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ആ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, നല്ല തണുത്ത വെള്ളം, ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, തണുപ്പ് അത്രയും വേണ്ടാന്നുള്ളവർക്ക് ആ ഒരു സ്റ്റേജ് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്തിട്ട് കുടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് നല്ലൊരു ദാഹശമനി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.